ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഒരു നെക്സ്റ്റ് 1 വീക്കിലെ ഫലം എന്തായിരിക്കും, അവരെന്തൊക്കെയായിരിക്കും അവരുടെ ലൈഫിൽ ഈ അടുത്ത ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവാണ്, പിന്നെ ടൈംലെസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ഒരാഴ്ച അവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്നത്. വെയിറ്റിംഗ് ഗെയിമാണ് ഇതിലെ. ഇതൊരു 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ. തീരുമാനമെടുക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാഴ്ചയായിരിക്കും. അവർ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം അവർ മനസ്സിലുണ്ടായിരുന്നത് അത് നടക്കാൻ കുറച്ചൊന്ന് സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. അത് എന്ത് തന്നെയായാലും ചിലപ്പോൾ ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ അവരുടെ പേഴ്സണൽ എന്തെങ്കിലും കാര്യമായിരിക്കാം. എന്ത് തന്നെയായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് വേണം എന്നുള്ളതാണ്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് അടുത്ത് വന്നിട്ടുള്ളത്. അതും ഒരു പവറാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഹാർമണി. ഇത് വേൾഡ് കാർഡാണ്, യൂണിവേഴ്സാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ച അവസാനമാകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല മാറ്റം വരും എന്നുള്ളതാണ്. അതുവരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാണ് കാരണം കുറേ തടസ്സങ്ങൾ വരുന്നുണ്ട്. കാരണം അവർ തന്നെ സ്വയം ഒരു തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണോ ശരി, ഇതാണോ ശരി, ചെയ്തത് ശരിയാണോ, അങ്ങനെ പോയാൽ ശരിയാവുമോ എന്നൊക്കെയാണ് അവർക്ക് പ്രധാനമായിട്ട് ഈ ഒരാഴ്ച ആദ്യം തോന്നുന്ന കാര്യങ്ങൾ. കാരണം അവർ വീണ്ടും ഒന്ന് സമാധാനപ്പെട്ട് ക്ഷമിച്ച് അവർ വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അവർ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എടുത്തത് ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ കുറച്ച് താമസമെടുത്ത് ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കുറച്ചൊരു വിഷമവും ദേഷ്യവും ശരിക്കും ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അവർ അത് സ്വയം മനസ്സിലാക്കും. ഇത് ക്ഷമിച്ചേ പറ്റുള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ അവർ മനസ്സിലാക്കും. കാരണം ഇതിൽ പവറാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നതിനേക്കാളും കുറച്ച് വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. പിന്നെ ഹാർമണിയാണ്. അപ്പോൾ അവരുടെ ഇതിനകത്തൊരു 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഹാർമണി എന്ന് പറയുന്ന ഒരു യൂണിയനാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ എൻഡിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടോ ഉള്ളൊരു യൂണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരാളുമായിട്ട് ഒരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഒരു സംഗതി ഉണ്ടാവും. അവർ വെയിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പക്ഷേ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ തടസ്സങ്ങളുണ്ട്. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേരെ നടക്കാൻ കുറേ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഇതൊരു ബിസിനസ്സുമായി സംബന്ധിച്ച എന്തോ കാര്യമാണ്. ഇതൊരു പാർട്ട്ണർഷിപ്പിൽ അവർ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് ഒരു നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. ഇത് കൂടുതലും ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്
ഈ ഒരു 1 വീക്കിൽ പ്രധാനമായിട്ടും അവർക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. ഇതിൽ നോക്കാം. ടവറാണ്. ഇതിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഒരു നൂൽപ്പാലത്തിൽ കൂടെ നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും ഈ ഒരു 1 വീക്കിൽ. കാരണം ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ ഈ ഒരു 1 വീക്കിൽ സംഭവിക്കും എന്നാണ് കാണുന്നത്. പക്ഷേ ഇത് അവസാനം ഈ ഒരു വീക്ക് എൻഡ് ആകുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും എന്നാണ്. പക്ഷേ വിചാരിക്കാത്ത ചില മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ടവർ പറയുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കൺഫ്യൂഷനാണ് ഇതിൽ വീണ്ടും ഒരു വെയിറ്റിംഗ് ഗെയിമും പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്ങും മെൻ്റൽ കോൺഫ്ലിക്റ്റും ഒക്കെയാണ് ആൾറെഡി വന്നിട്ടുള്ളത്. ഇതിൽ അവർക്ക് ഈ ഒരു 1 വീക്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു കൺഫ്യൂഷൻ വരും എന്നാണ്. അപ്പോൾ കുറേയധികം ചോയ്സസ് ഉണ്ടായിരിക്കും, കുറേ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അതിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മുന്നിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒന്നിലധികം കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതിലും ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അവർ കൺഫ്യൂസ്ഡ് ആകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ ഒരു ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം കാത്തിരുന്ന് ക്ഷമ നശിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ശരിക്കും മറ്റാരോടും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതിലും ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവർ ഒരു ടഫായിട്ടുള്ളൊരു ആഴ്ചയായിരിക്കും ആദ്യം ഇവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അത് എൻഡ് ആകുമ്പോൾ, ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നത്. കാരണം 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ അതും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ മറ്റാരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടാകാം. അല്ലെങ്കിൽ ഈ ഒരു സമയം ഇവരുടെ ടഫായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആകുന്നു എന്ന് കൂടി നമുക്ക് പറയാം. അപ്പോൾ കുറച്ചധികം ഓവർലോഡ് ഉണ്ട് ഇവരുടെ ചുമരിൽ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും എന്നാൽ മറ്റാരും സഹായിക്കാൻ ഇവർക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനും ഉണ്ടാകും എന്നാണ് കാണുന്നത്. വേൾഡുകാരാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം എൻഡ് ആകുമ്പോൾ, ഈ ഒരു വീക്ക് എൻഡ് ആകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ നല്ല കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് വേൾഡ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അവർ ഏറ്റവും സന്തോഷിക്കാൻ പറ്റിയ, അവരെ ഏറ്റവും ആഗ്രഹിച്ച മൊമെൻറ്റ് ഈ വീക്കിൻ്റെ അവസാനം അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു ഫുൾഫിൽ ചെയ്ത ഒരു അവസ്ഥ ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഇതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ട്രാവലുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിപ്പം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷം വളരെ സന്തോഷം വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അവർക്ക് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങൾ ഇവരുടെ ലൈഫിൽ കിട്ടും. കാരണം ആദ്യം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അവസാനമാകുമ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി വളരെ സന്തോഷത്തിൽ എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് അവർക്ക് കിട്ടുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ പാസ്റ്റിൽ വിശ്വസിക്കാത്ത കാര്യമായിരിക്കാം, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കാം. അങ്ങനെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും എന്നാണ്. ചിലപ്പോൾ അത് സ്വപ്നത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്വപ്നമല്ലാതെ അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൽ അവർ ഈ ഒരു സമയം അവർക്കതൊരു ഗിഫ്റ്റ് പോലെയാണെന്നുള്ള ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷം ചിലപ്പോൾ അവരുടെ ലൈഫ് ആകെ മാറി മറിയുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ബാക്കി കാര്യങ്ങൾ, അവർക്ക് മുടങ്ങി കിടന്നിരുന്ന പല കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമായിരിക്കും എന്നാണ് കാണുന്നത്.
ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അത് നമ്മൾ ആദ്യം കണ്ടതാണ്, വെയിറ്റിംഗ്. അപ്പോൾ ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. അത് ഏത് ചെയ്യണം, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കണം എന്ന് അറിയില്ലാതെ രണ്ടും ചെയ്തു തീർക്കാനുണ്ട്. യഥാർത്ഥത്തിൽ രണ്ട് കാര്യം അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവർക്കുള്ളത്. അത് ഈ ഒരു വീക്കിൻ്റെ ഫസ്റ്റിൽ അതായിരിക്കും. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ ഒരു സ്റ്റെബിലിറ്റി വരും എന്നുള്ളതാണ്. ശരിക്കും അവരുടെ കൈകളിൽ എത്തും. മറ്റുള്ള എല്ലാ കാര്യത്തിൻ്റെയും നിയന്ത്രണം ഇവരുടെ കയ്യിലെത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വീക്കിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണത്തിൽ വരും. ഇവർ പ്രതീക്ഷിക്കാത്ത ചില സക്സസ്സും അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുവരെ ചിലപ്പം ഈ ഒരു ആഴ്ച ആദ്യം തന്നെ കുറേ കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഡിപ്രഷനും പല കാര്യങ്ങളിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാകാം, ഡിപ്രഷനിൽ പോകാം. അങ്ങനെ ശരിക്കും മറ്റൊരാളും സഹായിക്കാൻ ഇല്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വഴി അവർക്കത് മാറിപ്പോയി എന്നാണ് കാണുന്നത്. മാറിപ്പോയി അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നൊരു സമയമാണ്, സാധിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവും എന്തായാലും. ഇതിൽ നിന്ന് അവർ ചില പാഠങ്ങൾ പഠിക്കാനും സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിളാണ്. ഇതിനകത്ത് ചിലപ്പോൾ അവർ വിട്ടുകളഞ്ഞ എന്തെങ്കിലും കാര്യം അവർ ഇനി അവരുടെ ലൈഫിൽ വേണ്ടെന്ന് വിചാരിച്ച കാര്യം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നവർ തിരിച്ചറിയുന്നൊരു സമയമാണ്. ഇതില്ലാതെ അവർക്ക് പറ്റൂല, ഇതാണ് അവരുടെ ലൈഫിലെ ഒരു നെടുന്തൂണായിട്ടുള്ള കാര്യം എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണെന്നാണ് കാണുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറേ പണിയുണ്ടായിരിക്കും, കുറേ നല്ല ബിസി ആയിട്ടുള്ള ഒരു വീക്കായിരിക്കും അവർക്ക്. അതാണ് ആദ്യമേ നമ്മൾ ഒരു ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് കണ്ടത്. അവർ ചെയ്യേണ്ടത് ചിലപ്പോൾ 2 പേര് ചെയ്യേണ്ട കാര്യം അവർ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു സമയമായിരിക്കാം ഇത്. അതിൻ്റെ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അവർക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ ഹയറഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇവർക്ക് ഉണ്ടാവും കേട്ടോ. സ്പിരിച്വൽ ഒരു എവേക്കണിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് ഇവർക്ക് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു നെക്സ്റ്റ് 1 വീക്ക് റീഡിങ്. ഇത് ചില ആൾക്കാർ എന്നോട് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ താങ്ക് യു. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആയിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് ഇത് കൂട്ടാൻ വേണ്ടിയിട്ടല്ല മാത്രമല്ല കേട്ടോ, അതൊരു എനർജി എക്സ്ചേഞ്ച് കൂടിയാണ്. നമ്മൾ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളൊരു സ്പിരിച്വൽ വീഡിയോ, അത് ആരുടെ വീഡിയോ കണ്ടാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന വീഡിയോ കേട്ടോ, നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന വീഡിയോ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ട് അതൊരു ഗ്രാറ്റിറ്റ്യൂഡും കൂടിയാണ്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് എൻ്റെ വീഡിയോ ഒന്നല്ല, നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്ന ആരുടെ വീഡിയോ ചെയ്താലും അത് നിങ്ങൾക്ക് നന്മയായിട്ട് തന്നെ വരും. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.